ഇപ്പൊ നടക്കുന്ന ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇന്ത്യയെ ബാധിക്കത്തില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഇന്ത്യയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. എല്ലാ ജനങ്ങളെയും അത് ബാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? ഇറാന്റെയും യുഎയുടെയും ഇടയിലുള്ള ഒരു കടൽപാതയാണ് ഹോർമസ് കടലിടുക്ക്. നമ്മൾ മാപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഹോർമസ് കടലിടുക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് വേണ്ട 50% ക്രൂഡ് ഓയിലും 60% ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസസും പോകുന്നത്. ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ട് പ്രകാരം ഹോർമസ് കടലിടുക്ക് അവർ ഓൾറെഡി അടച്ചു. ഇന്ത്യയിലേക്കുള്ള ഓയിലിന്റെ 50-60% എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത് എത്ര വലുതായിട്ട് വരുമെന്ന്. ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാവോ? ഈ ഹോർമസ് കടലിടുക്ക് ഇവർ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പെട്രോളിനും ഡീസലിനും ഇന്ത്യയിൽ സ്വർണത്തെക്കാൾ വില വരും. അപ്പോൾ ഇന്ത്യയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യത്തിനും വലിയൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടാകും. എണ്ണയുടെ വില കൂടുവാണെന്നുണ്ടെങ്കിൽ ഈ ഫാക്ടറീസ് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ചെലവും കൂടും. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന സാധനങ്ങളുടെ ക്ഷാമം ഉണ്ടാകും. അതുപോലെ തന്നെ പലർക്കും ജോലി നഷ്ടമാകും. ഈ വണ്ടി ഓടിക്കാനായിട്ടുള്ള ചെലവ് ഇങ്ങനെ കൂടിയാലോ? നമ്മുടെ നാട്ടിൽ പച്ചക്കറി തൊട്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന് വരെ ഒടുക്കത്തെ വിലയായിരിക്കും. വിദേശ രാജ്യങ്ങളായിട്ടുള്ള സൗദി, യുഎ, കുവൈറ്റിന്റെ പ്രധാന വഴിയാണിത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഭൂരിഭാഗം വരുന്നതും ഖത്തറിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു പാത അടയുവാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കിട്ടാനും ബുദ്ധിമുട്ടാകും. ചുരുക്കി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് തൊട്ട് കറിവേപ്പില വരെ ഈ ഒരു ചെറിയ കടലിടുക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ഹോർമസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഒരു യുദ്ധതന്ത്രം മാത്രമായിരിക്കത്തില്ല, ലോകത്തിന്റെ തന്നെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്ന ഒരു നീക്കമായിരിക്കും. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ അധികാരി കൊല്ലപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി അവർ എന്ത് നീക്കമായിരിക്കും ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. വരും ദിവസങ്ങളിൽ ഒരു സമാധാന ചർച്ചയിലൂടെ ഈ ഒരു ഇഷ്യൂ പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാ യുദ്ധങ്ങളും അഫക്ട് ചെയ്യുന്നത് ആ രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങളെയും ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമല്ല. ഇത്തരം തീരുമാനങ്ങൾ ഓരോ ഗവൺമെന്റ് എടുക്കുന്നതിലൂടെ മറ്റുള്ള രാജ്യങ്ങളെയും അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും.